കമോൺ ഗൈസ്, ഷോർട്സ് കണ്ട് ലോങ് വീഡിയോയിലേക്ക് വന്ന എല്ലാവർക്കും വെൽക്കം. ഇത് നമ്മളുടെ കേക്കിന്റെ ഫുൾ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആദ്യമേ നമ്മൾ മോയ്സ്ചറൈസറിന്റെ ബോക്സ് എടുത്തു. ഇതിന് നമുക്ക് ആദ്യമേ കളർ കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിങ്കും അതുപോലെ തന്നെ വൈറ്റും ആണ്. ഈ രണ്ട് കളർ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഇത് ഫുൾ കളർ ചെയ്തേക്കുന്നത്. അത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ക്ലേയിൽ നമ്മൾ ആദ്യമേ വൈറ്റ് ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ക്ലേ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഈ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ ബോൾസ് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാം ഒരേ ഷേപ്പിൽ വേണം നമ്മൾ എടുക്കാൻ. അപ്പം നമ്മൾ ഇതുപോലെ ചെറിയ എടുത്തിട്ട് ഒരു ചെറിയൊരു കമ്പ് വെച്ച് നമുക്ക് ഇതിന്റെ സെന്ററിൽ അങ്ങ് കുത്തി കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ലുക്ക് കണ്ട ഒരു ചെറിയുടെ ഷേപ്പ് ഉണ്ട്. ഇത് നമുക്ക് ചെറിയ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിന് കളർ കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ 6 ചെറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് കളർ ആക്കി എടുത്തിട്ട് എല്ലാ ചെറിക്കും നമ്മൾ ഇതുപോലെ കളർ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത കളർ എടുക്കാം. നമ്മൾ പിങ്ക് കളർ എടുത്തിട്ട് കുറച്ച് ഇതാക്കിയിട്ട് ഇതേപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നല്ല നീട്ടി ഇതേപോലെ നമ്മൾ റോൾ ചെയ്തെടുക്കണം. ഇതേപോലെ രണ്ടെണ്ണം വേണം. ഇതേപോലെ നമ്മൾ റോൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ മുടി പിന്നുന്ന പോലെ പിരിച്ച് പിരിച്ച് ഒരേപോലെ രണ്ട് സൈഡ് നമ്മൾ ഇതേപോലെ പിരിച്ച് പിരിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ കണ്ടോ, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കൂട്ടിമുട്ടരുത് തമ്മിൽ. നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മൾ ചെയ്യുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡും പിങ്കും കൂടെ എടുത്തിട്ട് അതൊരു ലൈറ്റ് കളർ ഷെയ്ഡാക്കി എടുക്കുന്നു. ഇനി നമുക്ക് അത് ഉപയോഗിച്ചിട്ട് മറ്റേ ചെയ്ത പോലെ തന്നെ റോൾ ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മൾ നീട്ടി നീട്ടി റോളാക്കി രണ്ടെണ്ണം എടുക്കണം ഇതേപോലെ. അപ്പം നമുക്ക് എല്ലാം സെറ്റായില്ലേ? എല്ലാം റെഡിയായി. അപ്പം നമുക്കിനി ഒട്ടിച്ചു തുടങ്ങിയാലോ? അപ്പം നമ്മളുടെ മോയ്സ്ചറൈസറിന്റെ ബോക്സ് എടുത്തു. നമ്മൾ അടച്ചിട്ട് നമ്മൾ താഴെയാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പം താഴെ നമ്മൾ പശ തൂത്തിട്ട് ആദ്യം ഉണ്ടാക്കിയ റോള് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കൊരു തോരണം പോലെ റെഡ് കളർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അടപ്പയിലാണ് ചെയ്യുന്നത്. അടപ്പിന്റെ മണ്ടയ്ക്ക് നമ്മൾ ഇതേപോലെ ഗ്ലൂ തൂത്തിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച റോള് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഫുൾ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് വേണേൽ ഫെവിക്കോളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്ലൂവോ ഉപയോഗിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക് സെന്ററിൽ നമുക്ക് ഇതേപോലെ ഒരു റെഡ് കളർ നമുക്ക് വട്ടത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ഇതേപോലെ ഗ്ലൂ ഒട്ടിച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ചെറിയാണ് നമ്മളെടുത്ത് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറി നമ്മൾ സെന്ററിലായിട്ട് ഒട്ടിക്കുന്നു. ഇനി ബാക്കിയുള്ളത് മൊത്തം ഞാൻ സൈഡിൽ ഫുള്ളായിട്ട് കൊടുക്കാനാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം ഞാൻ 6 ചെറിയാണല്ലോ ഉണ്ടാക്കിയത്. ഒരെണ്ണം സെന്ററിലും ബാക്കിയെല്ലാം 5 സൈഡിൽ സൈഡിൽ വരുന്ന രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കേക്കിന്റെ ബോക്സ് റെഡി ആയില്ലേ? നമുക്കിത് ഓർഗനൈസറായിട്ടും വേണേൽ ഉപയോഗിക്കാം. നമുക്കല്ലാതെ ഗിഫ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഡെക്കറേഷൻ ഐറ്റമായിട്ടും വെക്കാം. അപ്പം നമുക്ക് ഇതൊരു ഓർഗനൈസർ ആക്കി വെച്ചാലോ? അപ്പം നമ്മുടെ ഈ ബോക്സിനകത്തോട്ട് ഞാൻ വെക്കുന്നേ? കുറച്ച് ഹൈലൈറ്റർ എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം. അപ്പം നമുക്ക് ഓർഗനൈസറായിട്ട് നമുക്കിത് സൂക്ഷിക്കാം. അപ്പോഴത്തേക്ക് കണ്ടോ, ഇതിന്റെ ലുക്ക് കാണുമ്പോൾ തന്നെ മാറിയില്ലേ? ഇതിനകത്ത് സാധനം ഉണ്ടെന്ന് പോലും ആരും അറിയത്തില്ല. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. അതുപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.